നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറിപ്പോന്നോളീൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിവില്ല. കണ്ടങ്ങിരിക്കും നേതാക്കളെ BJPയിലോട്ട് കെട്ടിയെടുക്കുന്നു. ചെങ്കോണകം കാവിയായിടുമോ, ചെന്താരകത്തിൽ താമര പൂക്കുമോ? അയ്യോ ഗോവിന്ദ, കണ്ടില്ലേ കാര്യങ്ങൾ, AKG കാവിൽ ധ്വജ പ്രണാമമോ? കൈപ്പത്തി താമര പിടിക്കുമെന്ന് പറഞ്ഞ് കളിയാക്കിയ സഖാക്കൾ എവിടെ? പുറത്തോട്ട് വാ, നമ്മൾ കാണട്ടെ. 10 വർത്താനം പറയാനുണ്ട്. ആരുടെ താമര പറിക്കാൻ മുന്നിട്ട് നിൽക്കുന്ന ടീംസ്? EP ചിറ്റപ്പൻ BJPയിൽ പോണെന്നോ, താമര പറിക്കുന്നോ, പിടിക്കുന്നോ, ചെവിയിൽ വെക്കുന്നോ, തുള്ളുന്നോ ഒക്കെ ഒരു കരക്കമ്പി വന്നേക്കണം. സത്യമാണോ അത്? ലാൽസലാം മാറി ഇനി ധ്വജപ്രണാമമാകുമോ എന്തോ? എൻ്റെ പൊന്നടാവേ, മാനക്കേടെന്ന് പറഞ്ഞ ഇജാതി മാനക്കേട്. കണ്ണൂരിൽ പിണറായിക്കൊപ്പം തലപ്പൊക്കമുള്ള നേതാവ് BJPയിൽ പോകാൻ പാലം വലിച്ചെന്ന് കേട്ടപ്പോൾ അമ്മയാണേ, അത് ചിറ്റപ്പനായിരിക്കും നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേട്ടോ. എന്നാലും എൻ്റെ ഇൻഡിഗോ ചിറ്റപ്പ, നിങ്ങളിത് വേണ്ടായിരുന്നു. ആ ഗോവിന്ദൻ സഖാവ് പോയാലും നമ്മളങ്ങ് സഹിച്ചേനെ. താത്വികമായ മണ്ടത്തരങ്ങളിൽ നിന്ന് പാർട്ടി രക്ഷപ്പെട്ടേനല്ലോ. ഇതിപ്പോൾ പാർട്ടി അനാഥമായില്ലേ? ഇത് പാർട്ടിക്ക് ആകെ ഉള്ളൊരു ഭീമനാ. മൂക്കിന് നേരെ ഒരില അനങ്ങിയാൽ നെഞ്ചും വിരിച്ച് നിൽക്കാൻ ഇനി ആരാ ഉള്ളത്? വെക്കടാ വെടിയെന്നും പറഞ്ഞുകൊണ്ട് ശത്രുക്കൾക്ക് മുന്നിൽ നിൽക്കാൻ ആര് വരും ഇനി? ഇൻഡിഗോ വിമാനത്തിൽ ആര് തല്ലുണ്ടാക്കും? അന്നെ ഒന്നും കണ്ണൂർ റഡാറിലൂടെ പറത്തിക്കില്ലടാന്ന് ആര് വെല്ലുവിളിക്കും? മുഖനിത് എങ്ങനെ സഹിക്കും ഇത്? സുഹൃത്തുക്കളെ, നിങ്ങൾ അറിഞ്ഞില്ലേ കാര്യങ്ങളൊന്നും? BJP ചൂണ്ടാനിരുന്ന CPM നേതാവ് ഇൻഡിഗോ ചിറ്റപ്പനാണെന്ന്. അങ്ങനെ പണ വെറുതെ അല്ല ചിറ്റപ്പൻ ഈ ഇടയായിട്ടൊരു BJP സ്നേഹം, പ്യാറ്, കാതൽ മനസ്സിലാവുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറുമായി റിസോർട്ട് കച്ചവടം, ഭാര്യയ്ക്കും മോനും ബിസിനസ് ഡീലിങ്സ്. തിരുവനന്തപുരത്ത് CPMഉം BJPയും തമ്മിലാണ് മത്സരമെന്ന് തള്ളി 0P ആയിരുന്ന BJPക്ക് ബിൽഡപ്പ് കൊടുക്കൽ. നമ്മുടെ ഇൻഡിഗോ ചിറ്റപ്പ, ഇതായിരുന്നല്ലേ മനസ്സിലിരിപ്പ്? ബൈ സിത്തപ്പ, നിങ്ങളെ എവിടുത്തെ ഗവർണറാക്കാന്നാണ് മോദിജി പറഞ്ഞേക്കുന്നത്? ബംഗാളിലോ ത്രിപുരയിലോ ആയിരിക്കുമല്ലേ? നിങ്ങളുടെ വിപ്ലവം തുളുമ്പുന്ന മണ്ണല്ലേ അവിടങ്ങളൊക്കെ. തരുമായിരിക്കും അവിടെ എവിടെയെങ്കിലും. കിട്ടിയ അവസരം KPCC പ്രസിഡന്റ് സുധാകർജി അങ്ങ് വസൂലാക്കുവാണ് കേട്ടോ. സുഹൃത്തുക്കളെ, EP ആണ് BJPയിലേക്ക് പോകാനിരിക്കുന്ന ആ നേതാവെന്ന് ഒരൊറ്റ കീച്ചല്ലേ. കണ്ണൂരിൽ ജയിക്കാനുള്ള അണ്ണൻ്റെ സൈക്കിളോടിക്കൽ മൂവ്. പിന്നെ EP അങ്ങ് ദുബായിൽ വെച്ച് BJPയിൽ പോകുന്നതിൽ ചർച്ച നടത്തിയില്ലേ? രാജീവ് ചന്ദ്രശേഖർ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതല്ലേ അങ്ങോട്ട്. ബൈ സുധാകർ അണ്ണ, നിങ്ങളെങ്ങനെ ഇത്ര കൃത്യമായി ഇതറിഞ്ഞ്? നേരിട്ട് കണ്ട പോലാണല്ലോ കാര്യങ്ങളങ്ങ് തള്ളുന്നത്. സത്യം പറ അണ്ണ, നിങ്ങൾ നൈസ BJPയിലോട്ട് ചാടാൻ പോയപ്പോൾ അവിടെ വെച്ചല്ലേ ഇൻഡിഗോ സിത്തപ്പനെ കണ്ടത്? എല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കോൺഗ്രസ്സുകാരെ, നിങ്ങളും തച്ച് വെച്ച ഒരെണ്ണം. കണ്ണൂരിൽ നിന്ന് തലപ്പൊക്കമുള്ള ഇങ്ങടെ ഒരു നേതാവും മറുകണ്ഠം ചാടാൻ റെഡിയായി നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ EP ചിറ്റപ്പനാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിലേക്ക് വരാം. EP പോകുമോ? എൻ്റെ EP പോകുമോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് AKGയിൽ മുഖ്യൻ്റെ നാടകം തുടങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ലേലും മുഖ്യൻ രഹസ്യമായിട്ടല്ലേ BJPയുമായി ബന്ധമുള്ളൂ. EP അങ്ങനെ പരസ്യമായി പോയി ബന്ധം ഉണ്ടാക്കാൻ പാടുണ്ടോ? അത് EP തൻ്റെ വൈദേഹം റിസോർട്ട് നമ്മൾ കോംപ്ലിമെന്റ്സ് ആക്കിയില്ലേ? എന്തിനാണ് ഇപ്പോൾ പരസ്യമായിട്ട് BJPയുമായി ബന്ധം ഉണ്ടാക്കാൻ പോകുന്നത്? ഇത് മുഖ്യൻ കുണ്ഠിതപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ പോകും. പാർട്ടി സെക്രട്ടറി കസേര കാണിച്ച് എന്നെ തോൽപ്പിച്ചു, മന്ത്രി കസേര കാണിച്ച് വീണ്ടും എന്നെ തോൽപ്പിച്ചു, മുഖ്യമന്ത്രി കസേരയ്ക്ക് നോക്കിയപ്പോൾ അവിടെ വീണ്ടും എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനിയും ഈ പാർട്ടിയിൽ ഞാൻ നിൽക്കില്ല. ചിറ്റപ്പൻ ഏതാണ്ട് കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട്. അമ്മാതിരി വിഷമം ചിറ്റപ്പൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. ഒരുമാതിരി 2ാം ഊഴത്തിലെ ഭീമൻ്റെ അവസ്ഥയായി പോയത്. മറ്റേ കല്യാണ സൗകര്യം പൂ പറിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് മറ്റേ ദ്രൗപദി പാഞ്ചാലി കാണിച്ച ഒരുമാതിരി പരിപാടിയായി പോയി മുഖ്യൻ EP ചിറ്റപ്പനോട് കാണിച്ചത്. പൊറുക്കൂല, നമ്മളത് പൊറുക്കൂല. ധ്വജപ്രണാമമെങ്കിൽ ധ്വജപ്രണാമം. ഗോവിന്ദനെടുത്ത് തലയിലോട്ട് അങ്ങ് വെച്ചോളാൻ EP ചിറ്റപ്പൻ കിടന്നങ്ങ് തുള്ളുകയാണ്. അല്ല പിന്നെ കട്ടക്കലിപ്പിലാണ് EP ചിറ്റപ്പൻ. ശരിക്കും ഇനി EP ചിറ്റപ്പൻ പോവൂടെ? ഇത് താമരക്കുമ്പിളല്ലോ ചിറ്റപ്പൻ്റെ മമഹൃദയം, അതിൽ മുഖ്യായിങ്ങള് മധു പകരൂ.
എങ്ങനെ പോകും ഞാൻ, എങ്ങനെ പോകും ഞാൻ, എനിക്കൊരു വഴി പറഞ്ഞു താ വേണുവേ മുഖ്യ മുഖ്യ. ഇനിയും പലതും മുക്കും BJP ഇങ്ങനെ വേണമെങ്കിൽ. എന്നാലും ആ BJPയിലോട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനിയും ഇതുപോലത്തെ പല പോക്കുവരവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പം കാണാം.